നിങ്ങള് പേടിച്ച് നടക്കണ്. പാലെങ്ങനെയുണ്ട്? അമ്മോ എമ്മാ നീള. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് അപ്പുറത്തേക്ക്. നിങ്ങളത് താഴത്തേക്ക് നോക്കാത്ത തല ചുറ്റ്. എന്റെ പൊന്നു മക്കളെ, ഈ പാലത്തുമ്മ കയറിയിട്ട് ഉമ്മാക്ക് തല ചുറ്റണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനാ കയറിയതിൽ ഏറ്റവും വലിപ്പമുള്ളൊരു പാലാട്ടത്തി. മൊത്തം കാണാം, മൊത്തം കാണാം. അതാ പാലം മൊത്തത്തിൽ അടിപൊളിയാണ്. എന്താ നിലത്തിറങ്ങാത്തെ? അല്ലെങ്കിൽ നിലത്തിറങ്ങി ഇറങ്ങില്ല. ഈ കുട്ടിനെ പേടിപ്പിച്ചാണ് അതിന്റെ മുകളിൽ കയറ്റിയിട്ട് നിങ്ങള്. അലേഹാ ഇതൊക്കെ ഈ എന്താ നിലത്തിറങ്ങാത്തെ? നിലത്തിറങ്ങ്. കയറൊരൊറ്റ വലിയ നോക്കാം പോയി എയ്യോ മരിച്ചു. അല്ലാ അല്ലാ. ആ ആ പോയി. ആ എന്നെ അലേഹ ബൈ. അതാ പോയി 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 പോയി. കോടാണ്ട് കോട കോട കോട. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ട്രിപ്പൊക്കെ പോയി. സിനുവിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏകദേശം 13 ആളുകളോളം ഉണ്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റർ ഞാനാകൊണ്ട് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചെങ്ങാനോ പാർക്കിൽ എന്തൊക്കെ ഒരു തട്ടി മുട്ടിയിട്ടൊക്കെ വീഡിയോ എടുത്തിൻ്റെ കുട്ടി. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അലൻ മുട്ടുകുത്തൽ തുടങ്ങി. അലൻ വാ 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 വേഗം വാ. പല്ലും വരൽ തുടങ്ങി, മുട്ടും കുത്തൽ തുടങ്ങി. എന്താ ഇങ്ങനെ നടന്നോ കുപ്പായത്തമ്മി? ഇതെന്തത് അണക്കില്ല ഞാൻ കുപ്പായം മാറ്റി തന്ന്. എന്തൊരു കഷ്ടാണ് റബ്ബേ. ഈ കുട്ടികൾ ഇങ്ങനെ കുപ്പായത് നാസാക്കി എന്താ ചെയ്യാ? അടി വേണം എനക്ക്. മുടി കെട്ടണ്ടേ? 2 കുട്ടികൾ ഇവിടെ ഉണ്ടായിട്ട് ഒരു ഇല്ല. എപ്പോഴാ നടുമുറ്റത്തേക്ക് എത്താന്നാവോ? അലക്ക് ഇതുവരെ നടുമുറ്റത്തേക്ക് വീഴാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അലൻ കണ്ടോ മുട്ടുകുത്തി വരുന്നൊക്കെ. എന്റെ കുട്ടി അലേ മുട്ടുകുത്തല് തുടങ്ങി മക്കളെ. മാഷാ അല്ലാ. വായോ ഇങ്ങോട്ട് വായോ. താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ. ഒരു മാർഗമില്ലാത്ത കളിയാണ് മാർഗം കളി. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ, അതിൻ്റെ ചാരത്ത് വന്നു ഞാൻ നിന്നു, നിന്റെ മാറത്ത് മുത്തങ്ങൾ തന്നു, ആ കവിളത്ത് പുഞ്ചിരി തന്നു. എടി ലൈലേ ലൈലേ, നിന്നെ കണ്ട നാള് തൊട്ട് ഈ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു. കൊരക്കണുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ പൂരപ്പറമ്പിലൊരു വമ്മ ഉണ്ടാവില്ലേ, ചാവി കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വിടില്ല. അതേമാതിരിയാ ഈ കുട്ടീനെ ചലഞ്ചിന് വിടണം ഡാൻസിന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തുള്ളി കളിക്കാൻ. എല്ലാരും എടുത്തേക്കും. അങ്ങനെ ഗൈസ് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിന്ന് ഞങ്ങളൊന്നും നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് ഇവർ പോയിട്ട് ഇവർ ഫുഡൊക്കെ കഴിക്കും. ഞാൻ അപ്പുറത്ത് ഇവിടുന്നേലൊക്കെ പോയിട്ട് കഴിച്ചു വരാം. വെറുഞ്ചോറൊന്നും വേണ്ട. ഇതെന്താ നീന്തുക ചാടണുണ്ടോ? മുട്ടുകുത്ത് നോക്കട്ടെ. ഓൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കുപ്പായിട്ട് എടുത്തോ. ഇതല്ലേ കളി ഇവിടെ. തന്നെ പൊറാട്ട നാടകമാണ്. അങ്ങനെ ഗൈസ് കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഉച്ചക്കല്യാണമാണ്. ഇവിടെ അടുത്തല്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ടാണ് പോകണം. ഉമ്മ ഉണ്ട്, സിനു ഉണ്ട്, അതേമാതിരി മക്കളൊക്കെ ഉണ്ട്. ഫാമിലിയിലെ കല്യാണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കല്യാണത്തിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പോരാം. എവിടെ ഇതിപ്പോൾ 3ാമത്തെ കുപ്പായാണ് പോണതിൻ്റെ ഉള്ളിൽ മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് ആക്കിയിട്ട് വന്നിരിക്കുക.
ഇനിയിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ കുപ്പായം നാശമാവും. മക്കൾക്ക് കുപ്പായം എടുക്കൽ തന്നെ പണി. അബ്ബയൊക്കെ എന്നെടുത്തത് ഒരു കുപ്പായം? എന്ത് ഷർട്ടും കുപ്പായം? എനിക്ക് ആകെ ഷർട്ട് എടുക്കണതിൽ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ. ആ ഇത് വേറെ കുപ്പായം അല്ല, അതിൽ ഓറഞ്ച് ഇല്ലല്ലോ, ഇതിൽ ഓറഞ്ച് ഇല്ല. ഇതൊക്കെ അടുത്തിക്കണേ കിഡോപ്പിയാണ്, കിഡോപ്പി. എൻ്റെ കിഡോപ്പിയാണ് മക്കളെ. കിഡോപ്പിയിൽ കളക്ഷൻസ് വന്നിക്കണേ, വേഗം പോയി എടുത്തോളി. ഇനി വലിയ പെരുന്നാൾക്ക് ഞാൻ അടുപ്പിച്ച് പോയി എടുക്കാൻ നിൽക്കണ്ട, സാധനങ്ങളൊക്കെ എത്തിക്കണേ. ഞാൻ അതേമാതിരി നമ്മളെ തുന്നിയിലും ഇപ്പം ഇന്ന് വൈകുന്നേരത്തെ നമ്മളൊരു ഔട്ട്ഫിറ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് വേറെ മോഡൽ വരാണ്ട്. പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്ക് പറ്റിയ ടൈപ്പ് മോഡൽസാണ് ഉമ്മാക്കൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഉമ്മയൊക്കെ എന്നെ പാട്ടിയാലേ ഇടുന്നത്. ഒന്ന് വെട്ടിക്കൂടെ നോക്കലേന്ന് വെച്ചാണ്. പുല്ലൊക്കെ നമ്മൾ വെട്ടി ഗൈസ്, മൊത്തം പുല്ലും വെട്ടി സെറ്റാക്കി കേട്ടോ. ഷൂ മതി. ഈ ഡ്രസ്സിലേക്ക് ഷൂ ചേരുക. വാ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അല്ലെ എൻ്റെ കണ്ണട എവിടെ? അതിൻ്റെ താഴത്തെ എവിടെയെങ്കിലും ഉണ്ടോ കണ്ണന താഴത്തെ എവിടെയെങ്കിലും ഉണ്ടോ കണ്ണന? ഞാൻ മുട്ടിന്ന് കെട്ടി കൊടുത്ത പാട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയിട്ട് ഫുൾ ഫുഡൊക്കെ കഴിച്ചു തന്നു. ഡയറ്റ് ഇല്ലാത്തവർക്ക് ഫുഡ് കഴിക്കാലോ. ഞാനിപ്പോൾ എന്താ കഴിക്കണേ? ഞാനിവിടെ ഒരു വണ്ടി ഞാൻ ഉള്ളിൽ വരുന്നുണ്ട്. ഞാനേ പാർക്കിങ്ങിലൊരു വണ്ടി എവിടെ നിർത്താൻ കിട്ടുകയാണെങ്കിൽ നിർത്താച്ചിട്ട് നിൽക്കുക. ഗൈസ്, കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മ ഫുഡൊക്കെ കഴിച്ച് സൈഡായി. ഉമ്മാൻ്റെ അടുത്ത് അലനും ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തി കാട്ടിയത് കണ്ടില്ലേ? എന്താ ഈ ചെയ്ത്? അതായത് ഫ്ലവർ വൈസൊക്കെ അതാ പൊട്ടിച്ച് കിടക്കുന്നത്. ഏത് ഫ്ലവർ വൈസ പൊട്ടിച്ച്? കുഴപ്പമില്ല, ഇപ്പൊ ഇതൊരു മോഡലായിക്കണേ, ഡിസൈൻ ആയിക്കണ്. അലേഹ മുട്ടുകുത്തൽ തുടങ്ങിയപ്പോഴും നമ്മൾ ഇതേമാതിരി കുറച്ച് കളിപ്പാട്ടം, ഒരു നോട്ട് ബുക്ക്, ഒരു പേന, മൊബൈൽ ഫോണും പൈസയും വെച്ചിരുന്നു. ഐബൂന് കുറേ ലൈറ്റ് ഇട്. ഇതല്ല അവിടുത്തെ ലൈറ്റ് ഇട്, എന്നാലല്ലേ ക്ലിയർ ഉണ്ടാവുള്ളൂ. അതിന് ഐബ് മുട്ടുകുത്തി വേം വാ, എൻ്റെ കുട്ടി ഏതെടുക്കുന്ന് നോക്കട്ടെ, അന്നേം കൊണ്ട് ഞാൻ കഴിച്ചില്ലാവോ നോക്കട്ടെ, വേം വാ. പൊന്നാന കുട്ടിയെ പുസ്തകം പേനയും എടുത്താൽ മതി. അവൻ്റെ നോട്ടം എവിടേക്കാണ്? വേം വാ പഠിച്ചോനെ, ഏതിലേക്കാണ് ഈ കുട്ടി പോവുക? അലേ എന്തെടുത്ത്? വാ, ബുക്കും പേനയും. എൻ്റെ കുട്ടി ബുക്കും പേനയും എടുത്താ ജയിച്ചു, ഞാൻ കഴിച്ചില്ലായി. ശരിക്ക് കായായിരുന്നു, പൈസയൊന്നും എടുക്കണ്ടി, എന്നാലേ ഇച്ചൊരു പൈസക്കാരനാവുള്ളൂ. ഇനി ഈ പൈസന്റെ അതിനെ വിട്, അത്ര ദൂരത്തേക്ക് വെക്കല്ല, ഒന്ന് അത്ര ദൂരം മുട്ടുകുത്തി വരണ്ടേ. ഇതൊക്കെ ഇതെടുത്ത് വാ ഐബു ഓടി വാ. ഐബു ഇനി ഏതെടുക്കണോട്ടെ. റെഡി 1 2 2 3 3. വേം വാ. ഇനി ബുക്കും പേനയും ഇല്ല. എൻ്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ വിചാരിച്ചെന്ന് അറിയോ? ഉള്ളയിലും ഓൻ്റെ കണ്ണില് വലുത് ഏതാന്ന് നോക്കിയെടുക്കാണ്. എടി ഇത് ബുക്കിനായിട്ട് വരുന്നേ. ബുക്ക് എടുത്തു. ഇനി അലേനെ മുട്ടുകുത്തിയോട് ഏതെടുക്കണ നോക്കട്ടെ. അലേ വാ അലേ എടുക്ക്. റെഡി 1 2 3. ഇജ്ജ് ബുക്ക് എടുത്തു. അലേ ഏതെടുക്കണ നോക്കട്ടെ. അലേ ആ പൈസ എടുക്കണത്, ബുക്ക് എടുക്കണത്, പേന എടുക്കണത് ഞാൻ നോക്കട്ടെ. ഇന്റെ കുട്ടികളൊക്കെ ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ നമ്മെ. ബുദ്ധി ബുക്ക് പേനി ഫോൺ ഒന്നിനും വേണ്ട. നേരെ മറിച്ച് ആ ഫോണിൽ കാത്തു വെച്ചെടുക്കണമെങ്കിൽ ഇതൊന്നും എടുക്കൂല. അപ്പൊ എഴുതി പഠിക്കേണ്ട കുട്ടികളാ. അങ്ങനെ തുന്നിയിലെ വേറെ ഒരു മോഡലാണ് ഇന്ന് നമ്മൾ ഷൂട്ടിലിട്ടത്. അതായത് ചൈനീസ് നെക്ക് ബോർഡറാണ് വരുന്നത്. അതിൽ നമുക്ക് ഇങ്ങനെ വരുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ വ്ളോഗിൽ വന്നിട്ട്
ഞെറിയൊക്കെ കൊടുത്തിട്ടാണ് കൈ. കാരണം ഞാൻ വേറെ ഇത് സൈസ് ലാർജാണ്. ഇത് ലാർജാ? ലാർജിന് അത്യാവശ്യം ലൂസ് വരുന്നുണ്ടല്ലോ. സൈസ് തന്നെ അത്യാവശ്യം ലൂസ് ഫിറ്റ് ഇഷ്ടപ്പെടുന്ന പോലെ എക്സ്ട്രാ അപ് ടു സൈസ് എടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സൈസ് എടുത്താൽ മതി. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. മെറ്റീരിയൽ ജോർജറ്റാണ്. ഇട്ടത് ലാർജാണ്. പിന്നെ ഫുൾ ബട്ടണാണ്. ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട്. പാൻറ് ആൻഡ് ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തൊട്ടടുത്തുള്ളൊരു ആയുർവേദ അല്ലേ, ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലിടാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ ഇതെന്ത് മെറൂണാണോ? മെറൂണല്ല, ഒരു ഡാർക്ക് ബ്ലൂബെറിയുടെ കളറില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ് അല്ലേ. സെയിം പാറ്റേൺ തന്നെയാണ്. ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് സെയിം പാറ്റേൺ തന്നെയാണ്. ഓക്കെ, സെറ്റാണ്. എന്നാൽ ഒരു കളറും കൂടി ഇല്ലേ, എന്നാൽ കൂടി ഇട്ടിട്ട് വേഗം വാ. ഉമ്മ ഇരിക്കണമൊക്കെ ആയിപ്പൂനായിട്ട് ഞങ്ങളിവിടെ നിന്നൊരു ഒഴിച്ചലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 മക്കൾ എന്നെ പുറത്തേക്ക് വിടാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഞാൻ ഇറങ്ങണം കാത്തിരിക്കും. ഒരാൾ ഇതവിടെ ഇരിക്കണേ. ഞാൻ ഇവിടുന്ന് കാലനങ്ങിയ ഒരാൾ കരച്ചിട്ട് തുടങ്ങി, ഒരാൾ ഡോർ അനങ്ങിയ ഒരാൾ കരച്ചിട്ട് തുടങ്ങി. കണ്ടോ, പോവായിക്കണില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇത് കളിക്കുന്ന സ്ഥലത്ത് മറ്റേ ഉരുതന സാധനമാണ് വെച്ചിട്ടേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. 2 ദിവസം പാർക്ക് കൊണ്ടുപോയത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ അങ്ങനെ ഒരു സാധനമോ, ഒരു ചെരിവ് കണ്ടപ്പോൾ അതിൽ ഇരുന്നിട്ട് വരുത്. അപ്പോൾ ഒരു ചന്തിമത്തെ തൊലി പോകും കുട്ടിയെ. ഇവിടെ ഒരു തൈല് മീതെ അടുത്ത ഡ്രസ്സ് ഇട്ട് വരുന്നുണ്ട്. വാ, ഇത് നല്ല രസമുള്ളൊരു കളറാണ്. പക്ഷേ തട്ട അതിനകത്ത് ചേരുണ്ടോ? ആ മറ്റേ തട്ടനിട്ടൊക്കെ ചേരുണ്ടോ? ഉമ്മ പറയുന്നുണ്ട് ചേരുണ്ടെന്നാണ്. അതിൻ്റെ മറ്റേ ഓഫ് വൈറ്റ് തട്ടം കൂടി എടുത്തു വാ. അല്ല, അവിടെ ഉണ്ടല്ലോ ഈ നേരത്തെ ഇട്ടത് ഒന്നുണ്ട്, ജസ്റ്റ് നോക്കാനാണ്. ഓർഡർ എടുക്കുന്നത് വാട്സപ്പിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി. എന്താ പറയുക,